കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ ആവണീസ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും എന്നത്തെയും പോലെ സേഫ് ആയിട്ടിരിക്കുകയാണ്. ഞാനിതാ സേഫ് ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ കണ്ടല്ലോ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമുക്കിതാ ഒരു പ്ലാന്റ്, അതായത് നമ്മൾ കുറച്ച് വർഷമായിട്ട് നമ്മുടെ കൂടി ഒരു പ്ലാന്റ് ഉണ്ടായിട്ട്, അപ്പോൾ എന്തായാലും ഈ ഒരു പ്ലാന്റിൻ്റെ അവസ്ഥ നോക്കി. ഈ ഒരു പോട്ട് ഇതാ ഇതിൽ നിന്നിതാ കുറച്ചിങ്ങനെ പൊട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പോട്ടിൽ ഇനി ഈ ഒരു പ്ലാന്റ് വെച്ചാൽ അത്ര സേഫ് അല്ല. അപ്പോൾ എന്തായാലും ഈ ഒരു പ്ലാന്റിൽ നമുക്ക് ഒന്ന് റീപ്ലാന്റ് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. അതേപോലെ നമ്മൾ കഴിഞ്ഞ ദിവസം മുയൽക്കൂട് സെറ്റ് ചെയ്യുന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ ഒരു വീഡിയോയ്ക്ക് താഴെ നമുക്ക് ഒരുപാട് കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കൂടാതെ നമുക്ക് പേഴ്സണലൊക്കെ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ആ ഒരു മുയൽക്കൂട് ഇപ്പോഴാണെന്ന് കറക്റ്റായിട്ട് സേഫ് ആയത് അത് നമുക്കും മനസ്സിലായിട്ട്. കാരണം അപ്പോൾ നമ്മൾ നേരത്തെ ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു അതിന് മുന്നേ. അപ്പോൾ ആ ഒരു മുയൽക്കൂട് കാണിച്ചതിന് എൻ്റെ ഡിഫറൻ്റ് ആയിട്ട് നമ്മൾ ഈ ഒരു കൂട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം നമ്മുടെ വീഡിയോസ് കണ്ടതിനതുപോലെ തന്നെ ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കമൻസുകളൊക്കെ ഇടുന്നതിനൊക്കെ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു റീപ്ലാന്റിങ് വീഡിയോ ഒന്ന് കാണാം. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമുക്ക് ഈ ഒരു പോട്ട് എന്തായാലും പോയല്ലോ. അപ്പോൾ എന്തായാലും ഈ ഒരു പോട്ടിൽ നമുക്ക് ഈ ഒരു പ്ലാന്റിൽ നിന്ന് എടുക്കട്ടെ. ജസ്റ്റ് ഒന്ന് തട്ടി കൊടുക്കുമ്പോഴത്തേനും പോന്നിട്ടുണ്ട്. നോക്കൂ, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വേരിങ്ങനെ ചുറ്റും ഇങ്ങനെ ചെറുതും വലുതുമായിട്ട് ഒരുപാടുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ നമ്മുടെ പ്ലാന്റ് നമുക്ക് സേഫ് ആയിട്ട് തന്നെ കയ്യിൽ കിട്ടിയിട്ട് അധികം ഇതിൽ പണിയേണ്ട ആവശ്യമൊന്നും വന്നില്ല കേട്ടോ. കാരണം ആ ഒരു മണ്ണും എല്ലാം പാടെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇതിൽ ഒരുപാട് മണ്ണിനേക്കാളും കൂടുതൽ ഇരിക്കുന്നത് ഒരുപാട് വേര് തന്നെയാണ്. അപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അത്രയും നല്ല സേഫായിട്ട് ആ ഒരു വേരുകൾ ഇങ്ങനെ ചുറ്റി നിറച്ചിങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പോട്ടിൻ്റെ ആ ഒരു ഷേപ്പിലായി വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ എന്തായാലും ഇനി നന്നായിട്ട് ഈ ഒരു പ്ലാന്റ് ഒന്നുകൂടി ഒന്ന് ഒരുക്കിയെടുക്കേണ്ട. അതായത് ഇപ്പോൾ ഈ ഒരു പ്ലാന്റിൽ കുറച്ച് ഉണങ്ങിയ ഇലകളും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് കളഞ്ഞിട്ട് നമുക്ക് ഒന്ന് നീറ്റായി എടുത്തതിന് ശേഷം നമുക്കൊന്ന് സെറ്റ് ചെയ്യണം. ഈ ഒരു ഭാഗത്തൊക്കെ ആയാലും അടിയിലേക്കൊക്കെ ആയതോ ഈ ഒരു അവസ്ഥയിലാണ് അത്യാവശ്യം നല്ല രീതി തന്നെ വേരുകൾ ഇങ്ങനെ വളർന്നിറങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇനി എന്തായാലും നമുക്കിതിൻ്റെ ഈ ഉണങ്ങിയതും കരിഞ്ഞതൊക്കെ ആയിട്ടുള്ളതൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ നന്നായിട്ടൊന്ന് ഒരുക്കിയെടുക്കട്ടെ. അതിൻ്റെ ഇടയിൽ നോക്ക്, നമ്മുടെ ഈ ഒരു പ്ലാന്റിൻ്റെ ഗ്യാപ്പിൽ കൂടെ ഒരാശാൻ വളർന്ന് കയറിയിട്ടുണ്ട്. ഇതെന്ത് പ്ലാന്റാന്ന് എനിക്ക് അറിയാൻ പറ്റുന്നില്ല. എന്തായാലും നമ്മളിങ്ങ് പുഴക്കി എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ വേരുകൾ ഒരുപാട് ഇങ്ങനെ തിങ്ങി നിറഞ്ഞ് നമ്മൾ ആ ഒരു പോട്ടിലാണോ നട്ടിട്ടുണ്ടായിരുന്നത്. ഇതിപ്പോൾ തറയിലാണെങ്കിൽ നമുക്ക് പ്രശ്നമില്ല, നേരിട്ട് നമ്മൾ മണ്ണിലാണ് നട്ടു കൊടുത്തെങ്കിൽ. അവരാ നമ്മളിവിടെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ആവണിക്കുട്ടി ഓടി വന്നത്. ആൾക്ക് ഇതാ ഇന്ന് 1.5 വയസ്സ് കംപ്ലീറ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇന്ന് വാക്സിനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഇവിടെ അടുത്ത് തന്നെ അംഗൻവാടി ഉണ്ട് കേട്ടോ. അപ്പോൾ അംഗൻവാടിയിലൊക്കെ പോയിട്ട് ഞങ്ങൾ വാക്സിനൊക്കെ എടുത്തിട്ട് വന്നിരിക്കുമല്ലോ. വാവേ എവിടേക്ക് കുത്തിയേ? എവിടേക്ക് സൂചി വെച്ചേ? ആ, കാലിനൊരു സൂചി വെച്ചു. പിന്നെ എവിടെ വെച്ചേ? കാലിനും കയ്യിനും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഓരോന്ന്. അപ്പോൾ പാരസെറ്റമോളിൻ്റെ സിറപ്പൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പനിയൊന്നും ഇപ്പം അങ്ങനെ ഇല്ല. എന്നാലും ഇനിയിപ്പോൾ ഒരു 6 മണിക്കൂർ ഇടവിട്ടിട്ട് കൊടുക്കാൻ പറ്റുമ്പോൾ എന്തായാലും അതൊക്കെ ഒന്ന് കൊടുക്കണം. അപ്പോൾ നമുക്കിത് ചെടി നട്ടാലോ? നടാ കുട്ടി നടുവോ? ഇപ്പോൾ വൈകുന്നേരമായി നമ്മളിപ്പോൾ മഴയൊക്കെ ഇല്ലാത്ത ദിവസങ്ങളൊക്കെ ചെടിയൊക്കെ നനയ്ക്കണം. അപ്പോൾ വൈകിട്ടാകുമ്പോഴത്തേനും നമ്മൾ ചെടി നനയ്ക്കാൻ വേണ്ടിയിട്ട് എടുക്കുമ്പോഴത്തേനും ആൾ ഓസൊക്കെ എടുത്ത് ഫ്രണ്ടിലുണ്ടാവും. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു റീപ്ലാന്റിങ്ങിൻ്റെ ബാക്കി പരിപാടി ഒന്ന് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ കുറച്ചൊന്ന് ഒരുക്കിക്കൊണ്ടിരിക്കുമ്പോഴാട്ടോ ആൾ കയറി നേരെ മടിയിലേക്ക് കയറി വന്നത്. അപ്പോൾ നമുക്കിത് ഒരുക്കിയാലോ? കരിഞ്ഞ ഇലയൊക്കെ പറിച്ചെടുക്കുമോ? കരിഞ്ഞ ഇലയൊക്കെ പറിച്ചെടുക്കുക. സഹായിക്കുന്നുണ്ട്. അതേപോലെ ഈ ഒരു കരിഞ്ഞ ഇലകൾ നമ്മൾ പറിച്ചെടുക്കുന്നതിൻ്റെ ഇടയിലാണ് ഞാൻ ഈ ഒരു സംഭവം കണ്ടത്. അപ്പോൾ ഒരുപാട് പുതിയ തളിരുകൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ വരുന്നുണ്ട് കേട്ടോ. ഇതാ ഈ കാണുന്നത് കണ്ടോ, ഇതിങ്ങനെ ഒരുപാടുണ്ട് കേട്ടോ. ഇതിൻ്റെ ചുറ്റുമുണ്ട് ചെറുതും വലുതുമൊക്കെ ആയിട്ട് പല സൈസിൽ പുതിയ തൈകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു തൈകളൊക്കെ ഇനി നമുക്ക് ഇത് നമ്മൾ റീപ്ലാന്റിങ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ മണ്ണിലൊക്കെ നടുവാണെങ്കിലും നമുക്ക് പിന്നീടാണെങ്കിൽ പറിച്ച് നടാൻ ഒരുപാട് തൈകൾ കിട്ടും ഇതിൽ നിന്ന്. കുറച്ച് ഇണ്ടിട്ട് നമുക്ക് ഇതിൽ ഉണങ്ങിയ ഇലകളൊക്കെ പറിച്ച് കളയാൻ വേണ്ടിയിരുന്നാലും നല്ല സെറ്റായിട്ട് നമുക്കൊന്ന് ഒരുക്കിയെടുക്കണം. അതേപോലെ നമ്മളിതിനിപ്പോൾ ഒരു പോട്ടിൽ നിന്ന് മാറ്റിയില്ലാന്നുണ്ടെങ്കിൽ നമുക്കിതിലിപ്പോൾ കണ്ടല്ലോ ഒരുപാട് ചെറിയ തളിരും അതുപോലെ തന്നെ ഒരുപാട് പുതിയ ചെടികളൊക്കെ ഇതിൽ മുളച്ച് വരുന്നതുകൊണ്ട് നമുക്ക് എന്തായാലും ആ പോട്ടിൽ വെച്ചാൽ അത് അത്ര സേഫ് അല്ല. മാത്രമല്ല പോട്ടും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പൊട്ടിയിട്ടുണ്ടല്ലോ. ആഹാ, കുഞ്ഞാവ എന്നെ സഹായിക്കാൻ വന്നതാ? വീടിക്ക് കുട്ടി. കുഞ്ഞാവയുടെ കൂട്ടുകാർക്കൊക്കെ ഒരു ഹായ് കൊടുത്തേ. അവിടെ ഒരു ഹായ് കൊടുത്തേ. ഹായ് സുന്ദരിയാണല്ലോ. മണ്ണിനൊക്കെ നല്ല രീതിയിൽ തന്നെ തണുപ്പുണ്ടേ ചെടിയിൽ. അങ്ങനെ നമ്മൾ പറിച്ചെടുത്തൊക്കെ നമ്മുടെ ആവണിക്കുട്ടിയുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. സ്വത്ത് ഇത് കൊണ്ട് കളയുമോ? അമ്മയുടെ പൊന്നത് കൊണ്ട് കളഞ്ഞിട്ട് വരുമോ? അമ്മയുടെ പൊന്ന് അമ്മയ്ക്ക് ഇവിടെ പണി ആക്കിക്കൊണ്ടിരിക്കണം. ഫുള്ള് നിരത്താൻ തുടങ്ങിയിട്ടുണ്ടേ. അത് കളയണം കൊണ്ടുപോയിട്ട്. അമ്മയുടെ കളഞ്ഞു. എത്രയും പെട്ടെന്ന് കളഞ്ഞു ഞാൻ വിചാരിച്ചില്ല കേട്ടോ സ്വത്തു. അല്ലെങ്കിൽ അങ്ങനെ വലിക്കല്ലേ മുത്തേ? അങ്ങനെ വലിച്ചാ
നമ്മുടെ ഈ ചെടി കേടായി പോവും. ഇല്ല ഇല്ല അമ്പോ നമ്മൾ എന്ത് ചെയ്തോ അത് ആവണിക്കുട്ടിക്ക് ചെയ്യണം കേട്ടോ. അപ്പം അങ്ങനെയാണ്. ഇപ്പോൾ പൊതുവെ കുട്ടികൾ വളർന്നു വരുന്ന പ്രായത്തിൽ അങ്ങനെ തന്നെ ആയിരിക്കും. നമ്മൾ എന്ത് ചെയ്യണോ അത് എങ്ങനെ അനുകരിക്കാനുള്ള ശ്രമം. അപ്പോൾ നമ്മുടെ ആവണിക്കുട്ടി ഇപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ എന്ത് ചെയ്താലും ഒപ്പം അവളുണ്ടാവും. അപ്പോൾ നമ്മൾ എന്തെടുത്താലും അവൾക്കും അത് വേണം. കുറച്ച് പുല്ലിൻ്റെ ഇടയിൽ കൂടെ. അപ്പോൾ അതും ഒന്ന് പറിച്ചെടുക്കണ്ടേ. അപ്പോൾ ഇതിപ്പോൾ കുറച്ച് സ്ട്രോങ് ആയിട്ടാണല്ലോ ഇരിക്കുന്നത്. നല്ല നനവൊക്കെ ഉണ്ട്. എന്നാലും അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒന്ന് ആ ഒരു സ്ട്രോങ് ഒന്ന് മാറ്റി ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കാം. ഈ ഒരു മണ്ണൊക്കെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഭാഗമൊക്കെ നല്ല രീതിയിൽ നമ്മളൊന്ന് പ്രസ് ചെയ്ത് ഒന്ന് ലൂസാക്കി വിട്ടിട്ടുണ്ടേ. അപ്പോൾ അത് അതിൻ്റെ ഒരു വേരുകളൊക്കെ ഇതാ കുഞ്ഞു വേരുകളുണ്ട്. അതും അതുപോലെ കുറച്ച് മണ്ണൊക്കെയാണ് ഇത് ഇളകി താഴേക്ക് പോണത്. എന്തായാലും നമുക്ക് ഈ ഒരു മണ്ണ് എന്തായാലും പറ്റില്ല. കാരണം ഈ ഒരു മണ്ണിൻ്റെ ഗുണമേന്മ ഫുൾ തന്നെ കഴിഞ്ഞിട്ട്. കാരണം അത്രത്തോളം ഇതിൽ പ്ലാന്റ് ആയാലും ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ ഇത് നമുക്ക് വേറെയും കുറച്ച് പ്ലാന്റ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടേ. ആവണിക്കുട്ടി മേലേക്ക് വേണ്ട. പിന്നെ നമുക്ക് നല്ലൊരു പോട്ടി മിക്സറൊക്കെ ഉണ്ടാക്കിയിട്ട് വേണം നമുക്ക് ഈ ഒരു പ്ലാന്റ് എന്തായാലും റീപ്ലാന്റ് ചെയ്യുമ്പോൾ. അപ്പോൾ ഞാൻ കുറച്ച് അതിന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടേ ഗൈസ്. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ പ്രസ് ചെയ്ത് ആ ഒരു മണ്ണൊക്കെ ഒന്ന് മാറ്റി അതേപോലെ നല്ല ഒരു ലൂസാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നോക്ക് ഇത് കറക്റ്റ് ഒരു കിളിക്കൂട് പോയിട്ടില്ലേ കാണാൻ വേണ്ടിയിട്ട്. അടിയിൽ ഈ ഒരു ഗ്യാപ്പും ചുറ്റി കറക്റ്റ് ആ റൗണ്ടിൽ. ഇപ്പോൾ ഇതിൽ മണ്ണ് അധികം ഇല്ല കേട്ടോ. അവിടെ ഇവിടെ കുറച്ച് മണ്ണൊക്കെ ഉള്ളപ്പോൾ ഒരുവിധം ഇതാ ഒരു പഴയ മണ്ണ് ഫുള്ളായിട്ട് നമ്മളിതാ കളഞ്ഞിട്ടുണ്ട്. കാരണം നമുക്കിനി അടുത്ത പോട്ടിങ് മിക്സറൊക്കെ ഉണ്ടാക്കി നല്ല സെറ്റായിട്ട് വേണം നടാൻ വേണ്ടി. അപ്പോൾ ഇത് ഫുള്ളായിട്ട് ഇപ്പോൾ കാണുന്നത് ഫുള്ളാ ചകിരിനാര് പോലെ ഉണ്ടല്ല ഒരു വേര് തന്നെയാണേ. നമ്മൾ ഒരുപാട് ബലം കൊടുത്ത് പ്രസ് ചെയ്തിട്ട് ആ വേരുകൾ ആ ഒരു ചെടിയിൽ നിന്ന് പൊട്ടി അങ്ങനെ ഒന്നും ഇതായിട്ടില്ല. അപ്പോൾ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെയാണ് ആ ഒരു വേര്. ഇപ്പോൾ ചെടിയുടെ ആ ഒരു ഇലയിനെക്കാളും കൂടുതൽ വേരാണ് ഇതിനെ കാണാൻ പറ്റുന്നത്. അടുത്തൊരു പരിപാടി ഈ ഒരു സംഭവം വെച്ചിട്ടാണ്. അതായത് നമുക്ക് കത്രിക വെച്ചിട്ട് ഇതിൽ ഇത്രയും വേരിൻ്റെ ആവശ്യം നമുക്കില്ലല്ലോ. അപ്പോൾ നമുക്കിതാ കുറച്ച് വേരൊന്ന് കളഞ്ഞിട്ട് അതുകൂടി ഒന്ന് റെഡിയാക്കി എടുക്കട്ടെ. അതിൻ്റെ ഇടയ്ക്ക് ഇതാ ഞാനിവിടെ പോട്ടി മിക്സർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള വളങ്ങളൊക്കെ കൊണ്ടുവച്ചിട്ടില്ല. അപ്പോൾ നമ്മുടെ ആവണിക്കുട്ടി ആ ഒരു ബക്കറ്റിൽ കൊണ്ടുവച്ചിട്ട് വളമൊക്കെ എടുത്തത് അങ്ങ് റോട്ടിലേക്ക് കയറിപ്പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആവണിക്കുട്ടിനെ ഒരു വിധത്തിൽ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്താ അമ്മയുടെ പൊന്ന് കാണിക്കണേ. അപ്പോൾ ഫുള്ളൊന്ന് വെട്ടി ഒന്ന് കറക്റ്റ് ഒന്ന് ലെവലാക്കി കൊടുക്കാം. ഒരുപാട് പഴയ വേരുണ്ടാവല്ലോ അതൊക്കെ നമുക്ക് കളഞ്ഞിട്ട് പുതിയ വേരുകളൊക്കെ അവിടെ നിർത്താം. നമ്മുടെ ഇതിൻ്റെ ഇലേനെക്കാട്ടിലും വണ്ണത്തിൽ നടന്നുകൊണ്ട് വേരുകളൊക്കെ ഒരുപാട് ഇലേനേക്കാളും കൂടുതൽ വേരുകൾ തന്നെയല്ല ഇപ്പോൾ ഇതിലുള്ളതാണെങ്കിലും. പൊന്നുവിൻ്റെ കണ്ണിലേക്ക് തെറിക്കും മുത്തേ, കണ്ണിലേക്ക് തെറിക്കും. അങ്ങനെ നമ്മൾ നമ്മുടെ ഒരു കിളിക്കൂടിച്ച് സ്ട്രെച്ചറിൽ നിന്ന് നല്ല രീതിയിലൊന്ന് മാറ്റിയിട്ടുണ്ടേ. അമ്മയുടെ പൊന്ന് അമ്മേനെ ഹെൽപ്പ് ചെയ്യുവാണല്ലോ ഗൈസ്. അപ്പോൾ നമ്മുടെ ആവണിക്കുട്ടി കൊണ്ടുവന്ന ഈ ഒരു പാത്രം നമുക്ക് ആർക്കെങ്കിലും ഓർമ്മയുണ്ട്. കാരണം നമ്മൾ ഒരു ആന്തൂര്യം റിപ്പോർട്ട് ചെയ്യുന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് നമ്മൾ ആന്തൂര്യം റിപ്പോർട്ട് ചെയ്ത ഒരു പാത്രം ഉണ്ട്. അപ്പോൾ അതിൻ്റെ ബാലൻസ് നമുക്ക് പിന്നീട് ആവശ്യം വരുന്നത് പറഞ്ഞത്. അപ്പോൾ ആ ഒരു പീസ് ആട്ടോ ഇത്. അപ്പോൾ എന്തായാലും ഇതിലെങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നതൊക്കെ ഒന്ന് കാണിച്ചു തരാം. അതേപോലെ തന്നെ കൂടെ ആ വീഡിയോ കാണാത്തവരൊക്കെ ജസ്റ്റ് ഒന്ന് പോയി കണ്ടു നോക്കണേ. അത് അതിന് വേണ്ടിയിട്ടുള്ള സംഭവം ഞാൻ ഇവിടെ കൊണ്ടുവച്ചിട്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് എല്ലുപൊടിയാണേ. എല്ലുപൊടി ഉണ്ട്, അതേപോലെ തന്നെ വേപ്പിൻ പിണ്ണാക്കുണ്ട്. പിന്നെ നമ്മൾ ചകിരിച്ചോറ് ഇട്ട് നമുക്ക് ഒരു കളിയാട്ടോ. നമ്മൾ എന്ത് പ്ലാന്റ് നമ്മൾ ചെയ്യുവാണെങ്കിലും നമ്മൾ അതിലൊക്കെ ചകിരിച്ചോറ് ഇട്ട് കൊടുക്കാറുണ്ട്. കാരണം അതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുമ്പോൾ നമുക്കത് ഒരുപാട് നമുക്ക് ഗുണം കിട്ടിയിട്ടുള്ളതുകൊണ്ട് തന്നെ നമ്മളിത് ഇടാൻ നമ്മൾ ഒരു പ്ലാന്റ് നമ്മൾ നടാറില്ല. അപ്പോൾ എന്തായാലും അതും എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് മണ്ണ് വേണം. അപ്പോൾ നമ്മൾ പോയി കുറച്ച് മണ്ണൂടി ഒന്ന് എടുത്തിട്ട് വരാം. മണ്ണ് എടുക്കാൻ വേണ്ടി ഇതാ നമ്മളൊരു കൊത്തി വഴി എടുത്തിട്ട് അപ്പോൾ ഈ ഒരു കൊത്തി വെച്ച് നമുക്ക് വേണ്ട കുറച്ച് മണ്ണൊന്ന് എടുക്കട്ടെ. നമ്മളെ മണ്ണെടുക്കുന്ന ഈ ഒരു പോർഷനിൽ നിന്നാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് കുറച്ച് പുല്ലൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ആ ഒരു പുല്ലൊക്കെ കളഞ്ഞിട്ട് നമുക്കൊരു മണ്ണ് മാത്രം മതിയല്ലോ പൊട്ടി മിക്സർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ എന്തായാലും ആ ഒരു പുല്ലൊക്കെ ഒന്ന് കളഞ്ഞിട്ട് നമുക്ക് വേണ്ട കുറച്ച് മണ്ണൊന്ന് എടുക്കുവാണേ. മഴയൊക്കെ പെയ്തുകൊണ്ട് നമുക്ക് മണ്ണൊക്കെ പെട്ടെന്ന് വരുന്നുണ്ട് കേട്ടോ. ഫുള്ളായിട്ട് തന്നെ അങ്ങനെ തണുത്ത് നിൽക്കുവാണല്ലോ. ഇന്നലെ വൈകിട്ടും നമുക്ക് മഴ ഉണ്ടായിരുന്നേ. നമ്മുടെ ഇവിടെ കൂടുതലായിട്ട് ഇതേപോലെ തന്നെ ഉണ്ടോ ചുമന്ന മണ്ണാണ്. പല സ്ഥലങ്ങളിലേക്കും കറുത്ത മണ്ണൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും
നമ്മളിവിടെ എന്തായാലും കൃഷിക്ക് കൂടുതലായിട്ടും ചുമന്ന മണ്ണ് തന്നെയായിട്ട് മൊത്തത്തിൽ പറമ്പ് ഫുള്ളായിട്ട് തന്നെ. അങ്ങനെ നമ്മൾ കൊടുത്തിട്ടുള്ള ഒരു പാത്രം ഫുള്ളായിട്ട് നമ്മൾ മണ്ണ് എടുത്തിട്ടുണ്ട്. നമുക്ക് നേരെ നമുക്ക് പ്ലാന്റിങ്ങിൻ്റെ ബാക്കി ചെയ്യാനുള്ളൂ. അപ്പോൾ എന്തായാലും അങ്ങോട്ടേക്ക് പോവാം. അങ്ങനെ നമുക്ക് വേണ്ട മണ്ണൊക്കെ നമ്മൾ എടുത്തത് അവിടെ എത്തിയിട്ടുണ്ടേ. അപ്പോൾ നമ്മുടെ ആ ഒരു പോട്ടി മിക്സറൊക്കെ നല്ല രീതിയിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിതാ ഫസ്റ്റ് ആയിട്ട് നമ്മൾ ഈ എടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു ഓടിൻ്റെ പീസും അതേപോലെ തന്നെ ഒരു കല്ലുകളുണ്ടല്ലോ, അപ്പോൾ അതൊക്കെയാണ് വെച്ച് കൊടുക്കാൻ വേണ്ടി പോണത്. എന്താ അതൊക്കെ നമ്മൾ അടിയിൽ കൂടെ നല്ല രീതിയിൽ ഒന്ന് സെറ്റ് ചെയ്യാം. ഒരുപാട് വലിയ കല്ലും അതുപോലെ ഒരുപാട് വലിയ ഓടിൻ്റെ പീസും എടുക്കരുത്. ഈ ഒരു ലെവലിലൊക്കെ എടുത്താൽ മതി. അങ്ങനെതാ ഒരു ബേസ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഒരു പോട്ടി മിക്സർ ഉണ്ടല്ലോ, അപ്പോൾ അതിട്ട് കൊടുക്കാൻ വേണ്ടി പോവാണേ. ഈ ഒരു കുത്തി എനിക്ക് ഒരുപാട് യൂസ്ഫുൾ ആട്ടോ. നമ്മുടെ ഗാർഡനിൽ എന്തെങ്കിലും ചെയ്യാനാണെങ്കിലും നമ്മുടെ പറമ്പിലൊക്കെ ആണെങ്കിലൊക്കെ അടിപൊളിയാണ്. ഇപ്പോൾ തന്നെ നോക്ക്, നമുക്ക് ഇതിലേക്ക് ഇങ്ങനെ കോരിയിടാനൊക്കെ നല്ല അടിപൊളിയായിട്ട് പറ്റുന്നുണ്ട് കേട്ടോ. കാരണം അധികം വെയിറ്റും ഇല്ല, പെട്ടെന്ന് തന്നെ വരുന്നുണ്ടല്ലോ. അതേപോലെ ഏറ്റവും കൂടുതൽ യൂസായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മുടെ ഗാർഡൻ്റെ ഉള്ളിലുള്ള കാടുകളൊക്കെ കളയാൻ വേണ്ടിയിട്ടാണ്. പോരാത്ത കാടൊക്കെ നമ്മൾ ചിലതൊന്നും നമുക്ക് ചിലപ്പോൾ മഴയൊന്നും ഇല്ലാത്ത സമയത്തൊക്കെ നമ്മൾ കാടൊക്കെ വെട്ടുകയാണ്, അതായത് പറിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്നൊന്നും പോരില്ല. അപ്പോൾ നമുക്ക് ഇതേപോലെ ഒരു സാധനം ഉണ്ടെന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു ഭാഗം മാത്രം, അത് ചുവട് മാത്രമായിട്ടൊന്ന് ചെത്തിയെടുക്കുമ്പോൾ അടിപൊളിയായിട്ട് വരുമല്ലോ. അങ്ങനെ ഒരു സെറ്റ് പോട്ടി മിക്സർ ഇട്ടിട്ട് നല്ല രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്തെടുത്തിരിക്കുകയാണ്. ഇത് നമുക്ക് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ വീഴാൻ ചാൻസ് ഉണ്ട്, കാരണം ഇതിൽ അത്യാവശ്യം വെയിറ്റ് ഉണ്ടല്ലോ. അതൊരു ഇതിലേക്ക് ഇറക്കി വയ്ക്കാം. ബാലൻസ് നമുക്കിതാ ഇത്രയും പോട്ടി മിക്സർ ഉണ്ട്, അപ്പോൾ നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ. ഇനി ഇതാ നമ്മൾ ഇതിലേക്ക് പ്ലാന്റ് നട്ടു കൊടുക്കാൻ വേണ്ടി പോവാണ്. പ്ലാന്റിൻ്റെ ഒരു വേരുകളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഒന്ന് ഇറങ്ങിപ്പോകാൻ പാടില്ല. നമുക്കൊരു സ്പേസ് കൊടുക്കാം ഇവിടെ. ഇതാ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ചെറിയൊരു ഹോളൊക്കെ വെച്ചിട്ട് അതിലേക്ക് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ മേലേക്ക് നമ്മൾ ബാലൻസ് ഉള്ള പൊട്ടി മിക്സർ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ തന്നെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇതാ നമ്മുടെ ഈ ഒരു പ്ലാന്റ് ഈ ഒരു പോട്ടിലേക്ക് നല്ല രീതിയിൽ ഫിക്സ് ആയിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്യണമല്ലോ. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഈ ഒരു പോട്ടി മിക്സർ ഒന്ന് ഇട്ടിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. നമ്മൾ കുറച്ച് നേരം കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു പ്ലാന്റ് നമ്മൾ ഈ ഒരു പോട്ടിൽ നല്ല രീതിയിൽ ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ട്, അപ്പോൾ ആ പൊട്ടി മിക്സറൊക്കെ ഒരു ലെവലിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ. ഇത് നമുക്ക് ഇതിൻ്റെ ബാക്കി പരിപാടി ഒന്ന് കാണാം. നമ്മൾ ഇപ്പോൾ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്ലാന്റ് ഉണ്ടല്ലോ, അപ്പോൾ ആ ഒരു പ്ലാന്റ് നമ്മളിതാ ഈ ഒരു കമ്പിലാണ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ ഒരു കമ്പ് ഒന്ന് കറക്റ്റ് ഒന്ന് ലെവലിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. അപ്പോൾ നമുക്ക് ഈ ഒരു ലെവലിൽ നമുക്കൊന്ന് മുറിച്ചെടുക്കാം. അങ്ങനെ നമ്മൾ മുറിച്ച് നമ്മുടെ കറക്റ്റ് വേണ്ട ഒരു ലെവലിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ പ്ലാന്റ് ഒന്നുകൊണ്ട് സെറ്റ് ചെയ്യട്ടെ. കൂട്ടുകാരെ, നമ്മുടെ പ്ലാന്റ് നമ്മൾ നല്ല രീതിയിൽ തന്നെ സെറ്റ് ചെയ്ത് നമ്മുടെ ഒരു ഫൈനൽ ഘട്ടം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ നമ്മളെടുത്തുള്ള ഒരു പോട്ട് ഉണ്ടല്ലോ, അപ്പോൾ അതിൽ അത്യാവശ്യം താഴേക്ക് ഒരു ഹോൾ ഉണ്ടായിരുന്നല്ലോ, അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു രീതിയിൽ ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഈ വേറെ ഒരു പ്ലാന്റ് ഇവിടെ സെറ്റ് ചെയ്തിട്ടില്ല. എന്തായാലും നമ്മുടെ ഗാർഡനിലെ ഫസ്റ്റ് ഒരു പ്ലാന്റാണ് നമ്മൾ ഈ ഒരു രീതിയിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമ്മുടെ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടപ്പെടുന്നത് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതേപോലെ ഇതിലേക്ക് വേണ്ട വെള്ളവും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ തന്നെ. അപ്പോൾ നമുക്ക് നാളെ തൊട്ടിന് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇതിൻ്റെ അടിയിൽ നമ്മൾ കല്ലും അതുപോലെ തന്നെ ഓടിൻ്റെ പീസുകളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഓവറായിട്ട് വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു കല്ലും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അടിയിലേക്ക് പോകാനും, അതേപോലെ തന്നെ പിന്നെ ഈ കല്ലിട്ട് കൊടുക്കുന്നതുകൊണ്ട് മണ്ണിന് നല്ല രീതിയിൽ ഇളക്കം കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അടിപൊളിയായിട്ട് നമുക്ക് ഇതാ സെറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് ഫൈനലി. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇതൊക്കെയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും, അതേപോലെ നമ്മുടെ പുതുതായിട്ട് ആരെങ്കിലുമൊക്കെ നമ്മുടെ ചാനൽ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ, നമ്മുടെ കൂട്ടുകാർക്ക് നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ട്, യൂസ്ഫുൾ ആവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് അടുത്ത അടിപൊളി വീഡിയോസ് ആയിട്ട് കാണുന്നവരെ ബൈ.